ഇഡ്ഡലിപ്പൊടി ഇല്ലെങ്കിൽ മുളകാപ്പൊടി, ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പൊടി വളരെ പെട്ടെന്ന് നമുക്ക് കുറച്ച് ആരോഗ്യപ്രദമായ രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് മുളക്, കായം, എള്ള്, പിന്നെ മുതിരയും കൂടെ എടുത്തിട്ടുണ്ട്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ആദ്യം ഒരു ചീനച്ചട്ടിയിൽ എള്ളും മുതിരയും നന്നായിട്ട് പൊട്ടി വരുന്നവരെ വറുത്തെടുക്കുക. ഇതിൽ എണ്ണ ഒഴിക്കേണ്ട. രണ്ടും വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കട്ടക്കായമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ തീയിൽ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ വറുത്തെടുക്കുക. കട്ടകളൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ, ബാക്കിയുള്ള എണ്ണയിൽ മുളകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൽ എരിവുള്ള മുളകും ചേർത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട്. മുളക് അവരവരുടെ എരിവിന് എത്ര വേണോ അതനുസരിച്ച് ചേർത്തോളുക. മുളകിന് ഇച്ചിരി എരിവ് കൂടുതലായതുകൊണ്ട് ഞാൻ ശകലമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് നല്ല ചുമക്ക വറുത്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചുമന്ന് കിട്ടിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് എല്ലാം നന്നായിട്ട് തണുത്തതിന് ശേഷം കായം മാത്രം ആദ്യം ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ചെറിയ കല്ലിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളുടെ കൂടെ മിക്സിയിലിട്ട് ചേർത്ത് പൊടിച്ചാൽ മതി. ഇല്ലെങ്കിൽ കായം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് 1-2 പ്രാവശ്യം ഇതുപോലെ പൊടിച്ച് എടുക്കുക. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ദോശപ്പൊടി ഇല്ലെങ്കിൽ മുളക് പൊടി, മുളകാപ്പൊടി എന്നും പറയും, നമുക്ക് തയ്യാറാക്കി ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയിൽ കുഴച്ച് എപ്പോൾ വേണമെങ്കിലും പൊടി ഇഡ്ഡലിയോ അല്ല പൊടി ദോശയോ നമുക്ക് തയ്യാറാക്കാം. അപ്പം ഒഴിച്ചു കൂട്ടാൻ സാമ്പാർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പൊടിയുടെ കൂടെ നമുക്ക് ഇഡ്ഡലിയും ദോശയും കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് പൊടി ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലി, ഈ ഇഡ്ഡലിയുടെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇതിൽ ഉലുവയോ ചോറോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയ ഇഡ്ഡലിയാണ്. ഈ ഇഡ്ഡലി മാവ് നമുക്ക് 3 ആഴ്ചയോളം ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. നല്ല പൂ പോലെ ഇരിക്കുന്ന വെള്ള കളറിലുള്ള ഇഡ്ഡലിയാണ് ഉലുവയൊന്നും ചേർക്കാതെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി പൊടി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയ ദോശപ്പൊടി 2-3 ടീസ്പൂൺ ഇതുപോലെ എടുത്ത് ഏത് എണ്ണയാണോ ഇഷ്ടം, ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, നല്ലെണ്ണയാണെങ്കിൽ നല്ലെണ്ണ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചുട്ട വെളിച്ചെണ്ണയാണ്. വീട്ടിൽ ആ എണ്ണയാണ് ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത്. ചുട്ട വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചെടുത്തതിന് ശേഷം ഇഡ്ഡലി ഇതുപോലെ നന്നായിട്ട് പൊടിയിൽ മുക്കിയെടുക്കുക. ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിയുമ്പോൾ നമുക്കിത് യാത്രയ്ക്കൊക്കെ പോകുമ്പം ഇത് സുഖമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് എളുപ്പം എല്ലാവർക്കും കൊടുക്കാനും പറ്റും, കഴിക്കാനും പറ്റും. വേറെ കറികളുടെ ആവശ്യം വരണില്ല. അതേ ഇഡ്ഡലി ഉണ്ടാക്കി അതേ മാവ് കൊണ്ട് തന്നെയാണ് ദോശയും തയ്യാറാക്കുന്നത്. തട്ടുദോശ കുറച്ച് കനത്തിലുള്ള ദോശയാണ് പൊടി ദോശയ്ക്ക് നല്ലത്. അപ്പോൾ ഈ ദോശ തയ്യാറാക്കി ശകലം കനത്തിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ തന്നെ അത് എത്ര സമയം കഴിഞ്ഞെങ്കിലും അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് കൊണ്ടുപോയതും ട്രാവലിങ്ങിനൊക്കെ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ദോശയാണ് പൊടി ദോശയും. ഇഡ്ഡലി മാവിൽ ശകലം കൂടെ ആവശ്യത്തിന് ശകലം വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുത്തിട്ടാണ് ഈ ദോശ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ ദോശകളുണ്ടാക്കി നമുക്ക് പൊടി ദോശ തയ്യാറാക്കി എടുക്കാം. ഈ തട്ടുദോശ സെറ്റ് ദോശയെന്നും പറയാം, കുറച്ച് കട്ടിക്കിരിക്കുന്നത് കൊണ്ട്. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ദോശപ്പൊടിയിൽ എണ്ണ അവരവർക്ക് ഏത് എണ്ണയാണോ ഇഷ്ടം അത് ഒഴിച്ച് കുഴച്ചിട്ട്
ശകലം എടുത്ത് ഇതുപോലെ ദോശയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും നല്ലോണം തേച്ച് പിടിപ്പിക്കുന്ന രീതിയിൽ ആവശ്യത്തിന് പൊടിയും എണ്ണയും ചേർത്ത് വയ്ക്കുക. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സായിട്ട് കൊടുത്തു വിടാനും വളരെ എളുപ്പമാണ്. ഇതുപോലെ തേച്ച് കഷ്ണങ്ങളാക്കി മുറിച്ച് കൊടുത്തു വിട്ടേച്ചാൽ മതി. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.